2012 മുതൽ ഈ ഉള്ളവൻ ഒരു ത്രോട്ട് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ശബ്ദമൊക്കെ നിന്നുപോയ കാലങ്ങളുണ്ട്, ബ്ലഡ് ഒമിറ്റ് ചെയ്ത സമയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറേയേറെ സർജറികൾ നടക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇന്നും ശരീരത്തിൽ അതിൻ്റെ സെല്ലുകൾ ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനു വേണ്ടി പോകുന്നില്ല. കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പരിശോധനകളോ മെഡിസിനോ എടുക്കുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ക്യാൻസറുകൾക്ക് എൻ്റെ ശരീരത്തെ ബാധിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ എൻ്റെ ഉള്ളിലെ നിത്യപ്രത്യാശയെ ബാധിക്കാൻ ഈ ലോകത്തിലെ ഒരു രോഗാണുക്കൾക്കും കഴിയുകയില്ല, ഒരു ക്യാൻസറിനും കഴിയുകയില്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ പകർന്നൊരു പ്രത്യാശയുണ്ട്. എളിയവൻ അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതിനെ വിട്ട് ഈ ലോകത്തിൽ ഒന്നുമായി ആര് കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ ഫോണും, ഇതിനകത്തൊക്കെ സ്തോത്രം വന്നുപെടുന്ന പല സാധനങ്ങളുണ്ട്. ഫേസ്ബുക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ നവമാധ്യമങ്ങളുടെ ആപ്പുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ചില റീൽസുകളുടെ ആവശ്യമില്ല. എനിക്ക് ഇതിനകത്ത് സിനിമ റീൽസുകളുടെ ആവശ്യമില്ല, കോമഡി റീൽസിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. എനിക്ക് ഇതിനകത്ത് വരുന്ന മറ്റു പല പല സാധനങ്ങളും ആവശ്യമില്ല. നല്ല മെസ്സേജുകൾ കാണും, പാട്ടുകൾ കാണും, ഷോർട്ട് മെസ്സേജ് ക്ലിപ്പുകൾ കാണും. ഇതൊക്കെ ചിലപ്പോൾ നോക്കിയിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ ജഡമയമായ കണ്ണുകളെ തൃപ്തിപ്പെടുത്തുന്ന, എൻ്റെ ജഡത്തിൻ്റെ കണ്ണുകളെ കൊതിപ്പിക്കുന്ന, എൻ്റെ ജഡത്തിൻ്റെ കണ്ണുകളെ ആകർഷിക്കുന്ന, അതിന് സുഖം കൊടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാണേണ്ട ഒരുവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി കാൽക്കരങ്ങൾ വിരിച്ചത് വിശുദ്ധ തിരുവെഴുത്തിലൂടെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഈ ലോകത്തിൽ ഇനി ഒന്നും കാണാൻ എൻ്റെ മുൻപിൽ ഇല്ലെന്ന എൻ്റെ ചിന്ത. കാണേണ്ട ഒരുവനെ കണ്ടു. ഇനി അതിനപ്പുറത്ത് എൻ്റെ കണ്ണുകൾക്ക് സുഖം പകരുന്ന ചിലത് എന്തിനാ കാണുന്നേ? ആ കണ്ണുകൾക്ക് സുഖം പകരുന്ന സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ ജഡം ചലിക്കും. ശരിയാണോ? എൻ്റെ ജഡം ചലിക്കും. അതാ യോബിന്റെ പുസ്തകം പറയുന്നത്, എൻ്റെ കണ്ണ് ചെല്ലുന്നിടത്തല്ല എൻ്റെ ഹൃദയം ചെന്നിട്ടുണ്ടെങ്കിൽ എന്ന്. കണ്ണു പോകുന്ന പുറകെ ഹൃദയവും പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ആത്മീകരായ നമ്മളെ, വിണ്മയമായ അനുഭവം പ്രാപിക്കേണ്ട നമ്മളെ വീണ്ടും മണ്ണിനകത്ത് പൂഴ്ത്തിയിടാൻ, മണ്ണിനകത്ത് ഒതുക്കാൻ, ജഡമയരാക്കി തീർക്കാൻ, മൺമയരാക്കി തീർക്കാൻ പോരാട്ടങ്ങളുണ്ട്. ഒരു ദൈവ പൈതൽ ജയിക്കേണ്ടത് തന്നെയാണ്. പാസ്റ്ററോട് പറഞ്ഞു, ദുഷ്ടാത്മ മണ്ഡലങ്ങളൊക്കെ ഇളകി മാറും. അതൊക്കെ ഒരു സ്തോത്രത്തിൽ, അഭിഷേകത്തിൽ അങ്ങ് മാറും. പക്ഷേ ഒരു ദൈവ പൈതൽ തന്നിൽ തന്നെ ജയമെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെ വിജയകരമാകും? ഓരോരുത്തർ അവരവരിൽ ജയമെടുക്കുന്ന കാലങ്ങളായി ഈ ഉപവാസവും പ്രാർത്ഥനയും മാറുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയും നാം പ്രാപിച്ചത് യഥാർത്ഥമായ ദൈവത്തിന്റെ കൃപയും അഭിഷേകവും സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണ്. എനിക്ക് ആ ഭാഗങ്ങളിൽ ഒത്തിരി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് സമയം അവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജഡത്തെ ത്രസിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന, അതിനെ ആകർഷിക്കുന്ന, അതിനെ ഇളക്കുന്ന, അതിനെ നമ്മുടെ പിടിയിൽ നിൽക്കാതെ ഒരു കടിഞ്ഞാൺ നഷ്ടപ്പെട്ട കുതിരയെ പോലെ, ബ്രേക്ക് പോയ വാഹനം പോലെ പായിക്കുവാൻ നോക്കുന്ന സകലത്തിന്മേലും ഞാനും നിങ്ങളും ആത്മാവിൽ ജയാളികളായി മാറണം. അതിന് പ്രത്യാശയെ മുറുകെ പിടിക്കണം. ഞാൻ ഈ ലോകക്കാരിയല്ല, ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ഉള്ളവനല്ല എന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിലേക്കൊന്ന് ഇറങ്ങണം. അതിറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയപ്പെടും. കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരു പ്രതീക്ഷയല്ല, അതൊരു പ്രത്യാശയാണ്. നമ്മൾ കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കാം. വീട് വിട്ടുപോയ മകൻ, നാട് വിട്ടുപോയ ഭർത്താവ് മടങ്ങി വരാതിരിക്കാം.
പ്രതീക്ഷിക്കാനേ വകയുള്ളൂ. എന്നാൽ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വരവ് ഒരു പ്രതീക്ഷയല്ല, ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ വ്യക്തമായ നിശ്ചയമാകിയാൽ ബൈബിൾ അതിന് കൊടുത്ത പദം പ്രത്യാശ എന്നാണ്. പ്രത്യാശ. ഞാനും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് പ്രത്യാശയാണ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പ്രായഭേദമന്യേ ആരും പോകും. ഞാൻ എപ്പോഴാ പോകുന്നറിയില്ല. ഇന്നേക്ക് 2012, ഇത് 2024 ഫസ്റ്റിലെ ക്യാൻസർ നിശ്ചയിക്കപ്പെട്ട സമയം, ബയോപ്സിയിലൂടെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയം ഒന്ന് പതറി, ഒന്ന് ഇടറി. എന്നാൽ അത് കുറച്ച് സമയത്തേക്കുള്ളായിരുന്നു. അത് മാറി. കുഞ്ഞുങ്ങൾ അന്ന് തീരെ ചെറുപ്പം, സ്തോത്രം, വൈഫ് ഒക്കെ ചെറുപ്പം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നൽകിയൊരു ബലമുണ്ട്. ഇന്ന് എൻ്റെ മക്കൾ പറയും, ഇന്ന് എൻ്റെ മിസ്സസ് പറയും, സ്തോത്രം, ഇവിടെ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒന്നിച്ചു കൂടും, ഇവിടെ അല്ലെങ്കിൽ അവിടെ ഒന്നിച്ചു ചേരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരോട് പറയട്ടെ, ഞാനും നിങ്ങളും ഈ വിശുദ്ധ തിരുവെഴുത്ത് ചുമക്കുന്നത്, ഞാനും നിങ്ങളും ഇത് കൊണ്ട് നടക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയല്ല. എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങളും ഇത് ചുമക്കുന്നത് എനിക്കും നിങ്ങൾക്ക് മുൻപിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ? ചോദിച്ചുയർത്തെഴുന്നേറ്റ നസ്രയൻ എനിക്കും നിങ്ങൾക്കും നൽകിയ ആ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും മരണത്തെ പേടിക്കുന്നില്ല, മരണത്തെ ഭയപ്പെടുന്നില്ല. വിശുദ്ധന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒത്തുചേരുമെന്നുള്ള പ്രത്യാശ ഏത് രോഗത്തെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഞങ്ങളുടെ ചർച്ചിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ എത്തിയിരിക്കുന്ന കുമാരി ചേച്ചിയുണ്ട്. തൻ്റെ ഹസ്ബൻഡ് സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് താനും സ്നാനപ്പെടാനിടയായി. സ്തോത്രം. രോഗബാധിത 4th സ്റ്റേജ്, ലങ്സും ലിവറും ഹാർട്ടും ബ്രെയിനും എല്ലാം രോഗവ്യാപനമായി കഴിഞ്ഞു. സ്തോത്രം. ഒരു രക്ഷയുമില്ല, മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു സ്ക്രാഫൊക്കെ തലയിലിട്ട് മുടി മുഴുവൻ കീമോ എടുത്ത് പൊഴിഞ്ഞ ആ മൊട്ടത്തല സ്ക്രാഫ് കൊണ്ട് മറച്ച് പായിൽ വന്നിരുന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയും, ആൻറ്റി ഒന്ന് ബെഞ്ചിലോട്ട് കയറിയിരുന്നു കൂടെ, കസേരയിലോട്ട് കയറിയിരുന്നു കൂടെ. അപ്പോഴോട് പറയും, പാസ്റ്റർ നിലത്തിരുന്ന് ആരാധിക്കുന്ന സുഖം ഒന്ന് വേറെയാണ്. ഞാൻ ചോദിക്കും, വേദനയില്ലേ, ക്ഷീണയില്ലേ? ഓ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതെല്ലാം അങ്ങ് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, വിഷമമില്ലേ? എന്നോത്തിന് വിഷമിക്കാൻ ഒരൊറ്റ വിഷമമേ ഉള്ളായിരുന്നു. അങ്ങേര് കർത്താവിനോട് ചേർന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അങ്ങേര് കർത്താവിനോട് ചേർന്നോ? ഞാൻ അങ്ങ് മുൻപേ പോയാൽ അങ്ങേര് പുറകെ വരുമല്ലോ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കാണുമല്ലോ. അതാ പ്രത്യാശ. ആരാധനകളിലൊക്കെ വന്ന് കൈയടിക്കാതെ, സ്തോത്രം പറയാതെ, അന്യഭാഷയിൽ അഭിഷേകത്താൽ നിറയപ്പെട്ടവർ അതൊക്കെ ചെയ്യാതെ ആമേ മന്ദീഭവിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പ്രിയരെ, മുൻപിൽ സാധ്യതയില്ലെന്ന്, മുൻപിൽ ജീവിതമില്ലെന്ന് അറിഞ്ഞിട്ടും കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയുണ്ടല്ലോ, കർത്താവിനെ സ്തുതിക്കുന്ന ആ സ്തുതിയുണ്ടല്ലോ, പറയുന്ന അന്യഭാഷയുണ്ടല്ലോ. അതാ പ്രത്യാശ. മുൻപിൽ സാധ്യതയില്ല, അവർക്കറിയാം. രക്ഷയില്ല, അവർക്കറിയാം. അതറിഞ്ഞിട്ടും കർത്താവിനെ ആരാധിക്കുക. അതെന്നെ അങ്ങനെ ആരാധിക്കുന്നേ ചോദിക്കുമ്പോൾ പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുന്നു. എന്തു മുറുകെ പിടിക്കണം? പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എതിർത്തു. അപ്പോഴാണ് ഞങ്ങളുടെ അമ്മ, പൊടിയമ്മ, ഏലിയമ്മ സ്നാനജലത്തിലേക്ക് നടിക്കപ്പെടുന്നത്. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, എൻ്റെ അപ്പം പറഞ്ഞു, കെട്ടിയ മിന്ന് ഊരിയാൽ
നിന്നെ മേലാലൻ്റെ ഭാര്യ ഞാൻ അംഗീകരിക്കത്തില്ല. നീ എൻ്റെ വീടിന് പുറത്താണ്, നീ എൻ്റെ വീടിന് പുറത്താണ്. അമ്മ ചോദിച്ചു, അച്ഛാ കർത്താവിനെയാണോ അനുസരിക്കേണ്ടത്, ഭർത്താവിനെയാണോ അനുസരിക്കേണ്ടത്? ആദ്യം അപ്പം പപ്പ പറഞ്ഞു, ആദ്യം ഭർത്താവിനെ അനുസരിച്ചിട്ട് കർത്താവിനെ അനുസരിച്ചാൽ മതിയടി. സ്തോത്രം. അമ്മ പറഞ്ഞു, ആദ്യം കർത്താവിനെ അനുസരിച്ച് ഞാൻ രണ്ടാമത് ഭർത്താവിനെ അനുസരിക്കാം. അപ്പൊ കർത്താവിനെ ഭർത്താവായി സ്വീകരിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. സ്തോത്രം. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എതിർത്തപ്പോൾ സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ അമ്മയെടുത്ത തീരുമാനം, അതാ ഇന്ന് എളിയവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയോട് ഞാൻ ഈ വചനത്തിൻ്റെ വെളിപ്പാട് പോയി പങ്കുവച്ചു. എൻ്റെ അമ്മ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ഓർക്കുമ്പോൾ എനിക്ക് ജലസിയാന്ന് പറഞ്ഞു, അസൂയ എന്ന് പറഞ്ഞു. അതെന്നാ മോനെ ചോദിച്ചു. എല്ലാവരും എതിർത്തു. വീട്ടിൽ കേട്ടതിലെന്ന് പറഞ്ഞു, ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു, ബന്ധുക്കളെ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല. ആമേ, എല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല, ഒന്നിനും അടുപ്പിക്കത്തില്ല. എന്നിട്ടും നിന്നു. അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പാസ്റ്റേ, അറിഞ്ഞ പ്രത്യാശയ്ക്ക് വേണ്ടി. ആമേ, കഴിഞ്ഞ ദിവസം ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളങ്ങ് പെടഞ്ഞ് വികസിച്ചു. എൻ്റെ അമ്മ മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് അമ്മമാര്, 100 കണക്കിന് അപ്പന്മാര്, 100 കണക്കിന് സഹോദരങ്ങള് നാടും വീടും വിട്ട്, ആമേ, ജാതീയ ബന്ധനങ്ങളെ വിട്ട്, അവർക്ക് ആശ്രയിക്കാനുണ്ടായിരുന്ന, മുറുകെ പിടിക്കാനുണ്ടായിരുന്ന പലതിനെയും വിട്ട് കർത്താവിനെ അറിയാൻ, സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ ഒക്കെ എടുത്ത ചില തീരുമാനമുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം പറയുന്നു, അതിന് മഹാപ്രതിഫലമുണ്ട്. അതിന് മഹാപ്രതിഫലമുണ്ട്. മഹാപ്രതിഫലം. യേശുവിന്റെ സാക്ഷിയാകാൻ തീരുമാനിച്ച തീരുമാനം കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്നത്, നാടും വീടും മൊത്തം ഇളകി. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടു മാറത്തില്ലെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ എടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, അതിന് മഹാപ്രതിഫലമുണ്ടെന്ന്. ചില്ലറ പ്രതിഫലമല്ല, മഹാപ്രതിഫലം. ഇനിയും പറയട്ടെ, മുമ്പിൽ ഒന്നും കാണാതിരിക്കുമ്പോൾ റോബിൻ പാസ്റ്ററെ, ചർച്ച് പണിക്ക് വേണ്ടിയൊക്കെ നമ്മളെപ്പോലുള്ള പൊട്ടന്മാര് എടുത്തു ചാടുന്ന ചാട്ടം ഉണ്ടല്ലോ. മുൻപിൽ ഒന്നുമില്ല. എന്നാ കണ്ടാണ്ടാ നിങ്ങൾ ചാടുന്നത്? ആൾക്കാർ ചോദിക്കും, എന്നാ കണ്ടോണ്ടാ ചാടുന്ന നീ? എന്നാ കണ്ടോണ്ടാ ചർച്ച പണിയാൻ പോകുന്നേ? എന്നാ കണ്ടോണ്ടാ വേല ആരംഭിച്ച്? എന്നാ കണ്ടോണ്ടാ പ്രവർത്തനം ആരംഭിച്ച്? ഇവിടെ ആരംഭിച്ചവരൊക്കെ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. അങ്ങനത്തെ വാക്കൊക്കെ അല്ലേ? ഒന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല, ഒന്നും നേരെ പോയിട്ടില്ല. ആമേ, കുറച്ച് വർഷങ്ങൾ പിന്നെ ഒന്നും കാണാനില്ല. പിന്നെ നീ എന്നോ കണ്ടോണ്ടാ, താൻ എന്നോ കണ്ടോണ്ടാ? ഒന്നേ കാണാനുള്ളൂ, ഒന്നേ പറയാനുള്ളൂ. യേശുവിനെ കണ്ടോ, യേശുവിനെ കണ്ടോ. കർത്താവിന്റെ വചനം ഈ രാത്രി ഇടപെടുകയാണ്. എടുത്ത ചില തീരുമാനങ്ങൾ, ചെയ്ത ചില സമർപ്പണങ്ങൾ, ദൈവത്തോട് പറഞ്ഞ ചില ഉടമ്പടികൾ, അതിനൊക്കെ മഹാപ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തുകൊണ്ട്, എടുത്ത തീരുമാനത്തിന് മഹാപ്രതിഫലം ഉണ്ടെന്ന്. ചിലപ്പം ചെറിയ എന്നോ കണ്ടോടാ കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടെ, എന്നോ കണ്ടോണ്ടാ വീട് പണി തുടങ്ങി, എന്നോ കണ്ടോണ്ടാ നീ ഈ കാര്യത്തിന് മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച്. കർത്താവിൻ്റെ വചനം പറഞ്ഞു കണ്ടോ, ചില കാര്യങ്ങൾക്ക് കാണിക്കുന്ന ധൈര്യം, അതിനെന്തോ ഉണ്ട്? പ്രതിഫലമുണ്ട്. ചില കാര്യങ്ങൾക്ക് കാണിക്കുന്ന ധൈര്യം, അതിന് മഹാപ്രതിഫലമുണ്ട്. ചില സഭക്കാരുടെ കയ്യിൽ കാശ് ഇഷ്ടം പോലെ, വർഷത്തിൽ ആണ്ട് നേർച്ച പോലെ ഉപവാസ പ്രാർത്ഥന വെക്കും. അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. 5 പൈസ മുമ്പിൽ കാണാതിരിക്കുമ്പോൾ, വിശ്വാസികളുടെ കയ്യിലും ഞങ്ങളുടെ റാന്നി ഭാഷ പറഞ്ഞാൽ ഒരു പൂങ്ങാച്ചോള ഇല്ലെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ചർച്ചയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന ഉപദേശിമാരുണ്ടല്ലോ, ആ പാസ്റ്റർമാരോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനം ഉണ്ടല്ലോ, ആ പാസ്റ്റർമാരോട് ചേർന്ന് നിൽക്കുന്ന ദൈവസഭയുണ്ടല്ലോ, കാണിക്കുന്ന ധൈര്യത്തിന് മഹാപ്രതിഫലം ഉണ്ടെന്ന്. ശിവപാസ് വീട്ടിൽ നിന്ന് കൊണ്ടെന്ന് പറയല്ല, കർത്താവിൻ്റെ വചനം പറയുക. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ബൈബിളിൽ നിന്ന് 100 ഉദാഹരണങ്ങൾ എനിക്കെടുത്ത് പറയാനുണ്ട്. 100 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് പറയാനുണ്ട് ധൈര്യം കാണിച്ച അഭിഷക്തന്മാരെ കുറിച്ച്. പൗലോസിനെയൊക്കെ നോക്കിക്കേ, അപകടകരമായ കപ്പൽ യാത്ര, 14 ദിവസമായി സൂര്യചന്ദ്രന്മാരെ കണ്ടിട്ട്
രക്ഷപ്പെടുമെന്നുള്ള ആശ എല്ലാവർക്കും അറ്റുപോയിരിക്കുക. പൗലോസ് ഉൾപ്പെടെ 276 ആളുകൾ കപ്പലിൽ. എന്നാൽ പൗലോസിന് സ്വർഗം കൊടുത്തൊരു ആലോചന. താൻ അപ്പമെടുത്ത് കഴിക്കുകയാ, സ്തോത്രം ചെയ്ത് മറ്റുള്ളവരെ കഴിക്കാൻ താൻ ധൈര്യപ്പെടുത്തുകയാ. പൗലോസേ, എവിടുന്ന് കിട്ടി ധൈര്യം? എൻ്റെ അടുക്കൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞു, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കൂ. കർത്താവിൻ്റെ ദാസനെ, ദൈവം പറഞ്ഞ വാക്കിന് അപ്പുറത്തും ഒന്നും സംഭവിക്കുകയില്ല, ഇപ്പുറത്തും ഒന്നും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിലൂടെ ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ, ആലോചനകൾ, അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ചോണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ, ആരൊക്കെ മാറിപ്പോയാലോ, ആരൊക്കെ ചേർന്ന് വന്നാലോ, കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. ധൈര്യം ക്ഷയിക്കാതെ ഉറപ്പും ധൈര്യമുള്ളവനായി കർത്താവിന്റെ വേലയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയും ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊരു കർത്താവിന്റെ ദാസനുണ്ട്. 5 പെൺമക്കളാണ് അദ്ദേഹത്തിന്. 5 പെൺമക്കളാണ്. അടുത്ത ആണായിരിക്കും എന്ന് വെച്ച് വന്നപ്പോൾ 5 പെൺമക്കളാണ് കിട്ടിയത്. ഒരു 5 ആയപ്പോൾ അങ്ങ് അവരൊക്കെ നിർത്തി. സ്തോത്രം. 5 പെൺമക്കളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന ഈ പ്രസന്റ് ടൈമിൽ 5 പേരും 5 സ്ഥലങ്ങളിലാണ്, ലോകത്തിൻ്റെ 5 രാജ്യങ്ങളിലാണ്. അതിൽ 3 പേർ കർത്താവിൻ്റെ വേലയിലാണ്. സ്തോത്രം. ബാക്കി 2 പേർ നല്ല ജോലിയിലാണ്. ഈ 3 പേരിലും ഈ കർത്താവിന് വേല ചെയ്യുന്നവരും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയോട് ഞാൻ പറയാൻ വന്നത്, അവരെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്. സ്തോത്രം. ആൾക്കാർ ചോദിക്കും, എടാ 5 എണ്ണം ഇല്ലടാ, എടാ കുഞ്ഞുട്ടി നിനക്ക് 5 എണ്ണം അല്ലടാ നീ എന്നെ. അപ്പൊ കുഞ്ഞുട്ടി ഞാൻ പറയും, എനിക്ക് 5 തന്നിരിക്കുന്നെങ്കിൽ തന്ന ദൈവത്തിനറിയാം, എനിക്ക് 5 എണ്ണത്തെ തന്ന ദൈവത്തിനറിയാം ഈ 5 എങ്ങനെ പോറ്റണമെന്ന്. പിള്ളേരങ്ങോട്ട് ജനിച്ചില്ല, അതിനു മുമ്പ് ചിലതിൻ്റെയൊക്കെ വെപ്രാളവും പരവേശം ആദിയും വ്യാധിയും ഒക്കെ എൻ്റെ പൊന്നെ ഒന്ന് കാണേണ്ടതാണ്. സ്തോത്രം. ഈ 5 എണ്ണത്തെയും പുള്ളി നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. ആൾക്കാർ ചോദിച്ചു, എന്നാ കണ്ടാണ്ടാ പഠിപ്പിക്കുന്നേ? അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ കണ്ടോണ്ടാ പഠിപ്പിക്കുന്നേ. പഠിക്കാൻ മിടുക്കരായ കുഞ്ഞുങ്ങൾ മെറിറ്റിൽ തന്നെ പഠിച്ച് കയറിപ്പോയി. ആമെ ഓരോരുത്തർക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടി. സ്തോത്രം. ഒരാൾ ട്രിവാൻഡ്രത്തുണ്ട്, സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. സ്തോത്രം. ഒരു മേഖലയിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയൊക്കെ ആതിഥ്യം പലപ്പോഴും ഞാൻ സ്വീകരിക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും ഓരോന്നിനെ 5 എണ്ണത്തെ ഓരോ കോഴ്സിന് ചേർക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുമായിരുന്നു, എന്നെ കണ്ടോണ്ടാ? അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളായിരുന്നു, കർത്താവിനെ കണ്ടോണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവൻ എടുക്കുന്ന ധൈര്യപൂർവമായ ചില തീരുമാനങ്ങൾ അവൻ്റെ കുടുംബത്തിലാകട്ടെ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, അവൻ്റെ തലമുറയിലാകട്ടെ, അവൻ്റെ സഭാസംബന്ധമായിട്ടാകട്ടെ, ആ കാണിക്കുന്ന ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്. പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്ന കുറെ പാവപ്പെട്ട ദൈവമക്കൾ എല്ലാം കൂടെ ഒരു 100-500 പേര് കൂടി വരുന്നുണ്ട്. സ്തോത്രം. ഒരു കൊച്ചു ചർച്ചയാണ്. ദൈവം പെട്ടെന്ന് ഞങ്ങളെ വളർത്തിയതാണ്. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരൊക്കെ. ഞങ്ങൾക്കൊരു ചർച്ച് പണിയണമെന്ന് തോന്നി. സ്തോത്രം. അതിന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ കോടികൾ കഴിഞ്ഞു പോകും. ഞങ്ങളുടെ ചർച്ച് ഫണ്ട് കൂടെ നോക്കിയപ്പോൾ എല്ലാം കൂടെ തപ്പിപ്പറക്കി. നമ്മുടെ ട്രിവാൻഡ്രം നാടല്ലേ, ഈ ലേലവും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വരുന്നതിന് മുമ്പോഴൊക്കെ ഉള്ളത് കൂട്ടി അവർ സ്വരുക്കൂട്ടി വെച്ച് എല്ലാം കൂടെ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. 1 CR എവിടെ കിടക്കുന്നു, 1 lakh എവിടെ കിടക്കുന്നു? അപ്പം ഞാൻ ചോദിച്ചു, പോട്ടെ ഒരു 1 CR കണക്ക് നിൽക്കട്ടെ. ഞാൻ ചോദിച്ചു, ബാക്കി 99 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാകും? പറഞ്ഞു, പാസ്റ്റേ നമുക്ക് പരിപാടി വേണ്ട, അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ച് ഇച്ചിരി നീട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ച് പഴയ ചർച്ചിനെ ഒന്ന് നീട്ടി. മുറ്റത്തെല്ലാം ആളായി, വെളിയിലെല്ലാം ആളായി, ആകെപ്പാടെ ബുദ്ധിമുട്ടായി. പിന്നെയും ജനം വരുന്നോണ്ടിരിക്കുന്നു, ഇരുത്താ സ്ഥലമില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ചർച്ച് പണി തുടങ്ങാം. ഞാൻ എൻ്റെ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ എന്തു പറഞ്ഞാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. പാസ്റ്റർ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒരു ചോദ്യമില്ല. സ്തോത്രം. പ്രാർത്ഥനയോടെ തുടങ്ങി. 3 നിലകളിലായി. ഇന്ന് പണി പൂർത്തിയായിട്ടില്ല. 3 നിലകളിലായി. ആ കൊച്ചു പട്ടണത്തിനകത്ത് ഒരു ചർച്ച് കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. കോടികൾ കഴിഞ്ഞ് മുൻപോട്ട് പോയി. എവിടുന്ന പൈസ വന്നെന്നറിയില്ല.
പക്ഷെ ഒന്നറിയാം, ദൈവം പകെ കാണിക്കുന്ന ചില ധൈര്യത്തിന്, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ഞാനും നിങ്ങളും എടുക്കുന്ന ധൈര്യപൂർവമായ ചില തീരുമാനങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഈ രാത്രി അത് വിശ്വസിക്കണം. നമ്മുടെ ദൈവം മഹാപ്രതിഫലം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മഹാപ്രതിഫലം തരുന്ന ദൈവമാണ്. അതൊന്ന് ആഴമായി വിശ്വസിക്കാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മുടെ കാലങ്ങളാണ് വരും കാലങ്ങൾ, നമ്മുടെ ദിവസങ്ങളാണ് വരും